ഹലോ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ജിദ്ദ ട്രിപ്പാണ്. ഫസ്റ്റ് എന്ന് പറയാൻ കാരണം ഐ എം ഷുവർ വി വിൽ വിസിറ്റ് ദിസ് പ്ലേസ് അഗെയിൻ ബിക്കോസ് വി ജസ്റ്റ് ലവ് ദി സിറ്റി. ഞങ്ങൾക്കൊരു 3 days മാത്രമേ ജിദ്ദയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഐ ക്യാൻ ഗീവ് യു എൻ ഐഡിയ അബൌട്ട് ഹൗ ടു ട്രാവൽ ആൻഡ് സീ ദ മാക്സിമം ഇൻ ദിസ് 3 days. ഞങ്ങൾ ജിദ്ദയിൽ എത്തുന്നത് ഒരു വൈകുന്നേരമാണ് ആൻഡ് വി സ്റ്റാർട്ടഡ് ഓഫ് ഫ്രം ജിദ്ദ കോർണിഷ്. 30 കിലോമീറ്റേഴ്സോളം ലോങ് ആണ് കേട്ടോ ജിദ്ദ കോർണിഷ്, ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കോർണിഷ്. കോർണിഷിൽ നല്ല ബ്യൂട്ടിഫുൾ ഗാർഡൻസ് ഉണ്ട്, പ്ലേ ഏരിയാസ് ഉണ്ട്, ജിമ്മുണ്ട്, ഓപ്പൺ ജിമ്മുണ്ട്. മെയിൻ അട്രാക്ഷനിൽ ഒന്ന് ഈ ഫൗണ്ടെയിൻ ആണ്, കിങ് ഫഹദ് ഫൗണ്ടെയിൻ. ദിസ് ഇസ് ദ ഹൈയസ്റ്റ് ഫൗണ്ടെയിൻ ഇൻ ദ വേൾഡ്. ഗിന്നസ് റെക്കോർഡുണ്ട്. 312 meters ആണ് ഇതിൻ്റെ ഹൈറ്റ്. സീ വാട്ടർ മുകളിലേക്ക് ഇങ്ങനെ പമ്പ് ചെയ്യുന്നത്. വൈകിട്ട് 6 o'clock തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇവിടുന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങ് പോകുമ്പോഴത്തേക്കും ഒത്തിരി നല്ല ബിൽഡിങ്സ് കാണാൻ പറ്റും. അതിലെ ഹൈലൈറ്റ് ദ റിറ്റ്സ് കാൾട്ടൺ തന്നെയാണ്. ഞാനിത് കണ്ടപ്പോൾ ആദ്യം വെച്ചത് ഒരു പാലസ് ആണെന്നാണ് കേട്ടോ. അത്രയ്ക്ക് റോയലാണ്. ഇത് കോർണിഷിന്റെ വേറൊരു ഭാഗമാണ്. ജിദ്ദ കോർണിഷിനെ തന്നെ വാട്ടർ ഫ്രണ്ട് എന്നും കൂടെ പറയും കേട്ടോ. ഇത് നല്ല ബ്യൂട്ടിഫുൾ അറേഞ്ച്ഡ് ആണ്. റീക്രിയേഷൻ പ്ലേസസ് ഒത്തിരി ഉണ്ട്. പിന്നെ ഇവിടെ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ഉണ്ട്. നല്ല അറേഞ്ച്മെന്റ് ആണ്. നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് ഈവനിങ്സ് സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ വെതർ ഒന്ന് ചെക്ക് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. കാരണം ഞങ്ങൾ പോയത് നല്ല ഹ്യൂമിഡ് ആയിട്ടുള്ള സമയത്തായിരുന്നു. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സൗദി അറേബ്യയുടെ അധികാരം അറിയാത്തൊരു ഫേസാണ് ഇനി കാണാൻ പോകുന്ന സ്പോട്ട്, ജിദ്ദ കോർണിഷ് സർക്യൂട്ട്. സൗദി അറേബ്യ ഗ്രാൻഡ് പ്രിക്സ് ഫോർമുല 1 റേസ് നടക്കുന്ന സ്ഥലമാണിത്. 6.174 kilometers മോട്ടോർ റേസിംഗ് സ്ട്രീറ്റ് സർക്യൂട്ടാണ്. 2021 തൊട്ട് ഇവിടെ ഫോർമുല 1 റേസ് നടക്കുന്നുണ്ട്. 2024 മാർച്ചിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന സൗദി അറേബ്യ ഗ്രാൻഡ് പ്രിക്സ്. ഞങ്ങൾ ചെന്നപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ് കേട്ടോ. പക്ഷേ അതിൻ്റെ സൈഡിലൂടെ ഒന്ന് ഡ്രൈവ് ചെയ്തു, അങ്ങനെ അതൊന്ന് കണ്ടു. പിന്നെ ഈ ബിൽഡിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം വീഡിയോയിൽ ആഡ് ചെയ്തതാണ്. എൻ്റെ നടുക്ക് ഹോളോയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് കാണുന്നത്. നെക്സ്റ്റ് സ്പോട്ട് ജിദ്ദ യാറ്റ് ക്ലബ് ആൻഡ് മെറീനയാണ് കേട്ടോ. യാറ്റ് ക്ലബ്ബ് ഒരു ലോകം തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ അവരിത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് പ്രത്യേകിച്ച് എൻട്രി ഫീസ് ഒന്നുമില്ല. പിന്നെ ഇവിടെ മെയിനായിട്ട് ഒത്തിരി യാറ്റുകൾ, പല സൈസിലുള്ളത്, പല ലക്ഷറിയസ് ആയിട്ടുള്ള യാറ്റുകളൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ റെഡ് സീയിലേക്ക് അതിൽ പോകാൻ പറ്റും. പക്ഷേ അത് ഒരാൾക്ക് തന്നെ എക്സ്ട്രീംലി കോസ്റ്റ്ലിയാണ് റേറ്റ്. അപ്പോൾ പിന്നെ നമ്മളത് വേണ്ടാന്ന് വിചാരിച്ചു. ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ക്ലോത്തിങ് ബ്രാൻഡ്സ് ഉണ്ട്, എല്ലാം കുറച്ച് പോഷായിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് അവിടെ നടന്ന് കാണാം, എൻജോയ് ചെയ്യാം, വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാം. അതൊരു എക്സ്പീരിയൻസ് ആണ്. റെഡ് സീയുടെ കോസ്റ്റിൽ കിടക്കുന്ന ഒരു പോർട്ട് സിറ്റിയാണ് ജിദ്ദ. മെക്ക പ്രൊവിൻസിലാണ്. അതുകൊണ്ട് തന്നെ ജിദ്ദ ഇസ് ദ പ്രിൻസിപ്പൽ ഗേറ്റ് വേ ടു മെക്ക. അത് മാത്രമല്ല, ഇറ്റ് ഈസ് എ കമേഴ്ഷ്യൽ സെൻറ്റർ ഓഫ് ദ കൺട്രി. ക്യാപിറ്റൽ സിറ്റിയായ റിയാദ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹാപ്പനിങ് ആയിട്ടുള്ള പ്ലേസാണ് സൗദിയിലെ ജിദ്ദ. മോഡേൺ ജിദ്ദ നമ്മളിപ്പോൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏൻഷ്യൻ ജിദ്ദയാണ്. ഈ ജിദ്ദ ഇറ്റ് ഓൾവേസ് വാസ് എ പോർട്ട് സിറ്റി. 1970s ഓയിൽ ബ്ലൂമിന് മുമ്പും ഇത് വളരെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. ഈ കാണുന്നതാണ് ബാബ് മെക്ക അല്ലെങ്കിൽ മെക്ക ഗേറ്റ്. പണ്ട് കാലത്ത് ജിദ്ദ ടു മെക്ക ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നായിരുന്നു. അതാണ് ഈ ബാബ് മെക്കയുടെ ഇമ്പോർട്ടൻസ്. ഇനി നമ്മൾ പോകുന്നതാണ് അൽ ബലദിലേക്ക്. അൽ ബലദ് ലിറ്ററലി മീൻസ് ദ ടൗൺ.
2014 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് അൽബലദിനെ റെക്കഗ്നൈസ് ചെയ്തത് ഫോർ ഇറ്റ്സ് കളർഫുൾ ഹിജാസി ആർക്കിടെക്ചർ. Today, the town is famous for its ancient architecture and traditional buildings that were constructed using coral stones and decorated with beautiful wooden lattice windows. ഈ ബിൽഡിങ്സ് ഒക്കെ more than 500 years old ആണ് and have been preserved by the Saudi Ministry of Culture to make them look as good as new. ഇവിടെ ഒരു നാസിഫ് ഹൗസ് മ്യൂസിയം ഉണ്ട്. അത് 19th സെഞ്ച്വറിയിലാണ് ബിൽഡ് ചെയ്തത്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഏൻഷ്യൻ ടൈംസിൻ്റെ ഒരു ഫീലിംഗ് കിട്ടും എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് അവിടെ പോകാൻ സാധിച്ചിട്ടില്ല കേട്ടോ. ഫോറിനേഴ്സും ടൂറിസ്റ്റ് പീപ്പിളും അൽബലദ് അതിൻ്റെ ഹിസ്റ്ററിക്കൽ ഇമ്പോർട്ടൻസ് നോക്കി വരുമ്പം ലോക്കൽസ് ഇവിടെ വരുന്നതിനുള്ള കോമൺ റീസൺ ഇസ് ഫോർ ഷോപ്പിംഗ്. ബാർഗെയിൻ ചെയ്ത് ഫാബ്രിക്, പെർഫ്യൂംസ്, സൊവീനിയേഴ്സ് അങ്ങനെ എന്തും നമുക്ക് അൽബലദിന്ന് നന്നായി വാങ്ങിക്കാം. ഷോപ്പ് ഹോളിക്സിന് പറ്റിയൊരു സ്പോട്ടാണ് അൽബലദ്. ഇവിടെ പിന്നെ കണ്ടില്ലേ ഇങ്ങനത്തെ അൾട്രാ മോഡേൺ ബിൽഡിങ്സും ഉണ്ട്. ആർക്കിടെക്ചറിൻ്റെ ഹിസ്റ്ററിയും ഫ്യൂച്ചറും നമുക്ക് ശരിക്കും ജിദ്ദയിൽ കാണാൻ സാധിക്കും. ഈ പോകുന്നത് അവിടുത്തെ വൺ ഓഫ് ദി ഫേമസ് റെഡ് സീ മോളിലേക്കാണ്. മോള് ചുറ്റിക്കാണുക എന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിലും അതിനേക്കാളും പ്രൈമറി ഉദ്ദേശം ചൂടിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു കേട്ടോ. പകൽ സമയത്ത് ഒട്ടുമിക്ക ആൾക്കാരും മോൾസിൽ അഭയം പ്രാപിക്കുന്നത് അതിനു വേണ്ടി തന്നെയായിരിക്കും. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് ഒന്ന് ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചറും രണ്ട് ഇവരുടെ ഫുഡ് കോർട്ടുമാണ്. ഞങ്ങൾ കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് ബ്രാൻഡ്സിൻ്റെയും ഫ്രാഞ്ചൈസി ഇവിടെ ഉണ്ടായിരുന്നു. നല്ല ഒരു ബർഗർ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങിയത് കേട്ടോ. ഷോപ്പിംഗ് ഒന്നും ഒത്തിരി ചെയ്തില്ല ഇവിടെ. സൗദി അറേബ്യയുടെ നെക്സ്റ്റ് വേൾഡ് റെക്കോർഡാണ് ഇനി കാണാൻ പോകുന്നത്. കിങ്ഡം ടവർ അല്ലെങ്കിൽ ബുർജ് ജിദ്ദ എന്ന് പറയുന്ന ഒരു സ്കൈ സ്ക്രേപ്പർ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് ആണ്. ഇത് ജിദ്ദ എക്കണോമിക് സിറ്റിയുടെ സെൻറ്റർ പീസ് ആയിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്. ഫസ്റ്റ് 1 kilometer ടോൾ ബിൽഡിംഗ് ആയിരിക്കും ഇത്. ആൻഡ് ഇറ്റ് വിൽ ബി ദ ടോളസ്റ്റ് ബിൽഡിംഗ് അപ്പോൺ കംപ്ലീഷൻ. ഓൾമോസ്റ്റ് 5 years ഓഫ് ഇനാക്ടിവിറ്റിക്ക് ശേഷം 2023 ഡെവലപ്മെൻറ്റ് വർക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പ്രൊജക്റ്റിൻ്റെത്. ദിസ് ഇസ് ഫക്കി അക്വേറിയം. ജിദ്ദയിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടാണിത്. Around 1,000 species of organisms are there in this aquarium. മെജോറിറ്റിയും റെഡ് സീന്നാണ്. അറൗണ്ട് ദ വേൾഡിൽ നിന്നും ഇവർ സ്പീഷീസിനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ടേഴ്സ് അവരുടെ ഒന്നും ആ ലിവിങ് ഹാബിറ്ററ്റിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് അവർ ഈ അക്വേറിയം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഡിം ലൈറ്റ്സും പിന്നെ ഫോട്ടോഗ്രാഫിയിൽ തന്നെയാണെങ്കിൽ ഫ്ലാഷസ് അലൗഡ് അല്ല. അങ്ങനെ വളരെ കംഫർട്ടബിളായിട്ട് ആ ജീവജാലങ്ങൾക്കും നമുക്കും ഈ സ്പേസ് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ്. നമുക്ക് ക്യൂരിയോസിറ്റി തോന്നും, ഇങ്ങനത്തെ ഫിഷ് ഉണ്ടോ? ഈ പാറ്റേൺസൊക്കെ കാണുമ്പം നമ്മൾ ഈ ആനിമേഷൻ മൂവീസിലൊക്കെ കാണുമ്പോൾ ഞാൻ ഓർത്തിരുന്നത് അവരത് ഇമാജിനേഷനിൽ നിന്ന് ഉണ്ടാക്കി തന്നു. പക്ഷെ ഇവിടെ വരുമ്പോഴാണ് അതിലും ഭംഗിയുള്ളവരൊക്കെ റിയലായിട്ടുണ്ടെന്ന് അറിയുന്നത്. റെഡ് സീയിലെ കോറൽ റീഫ്സ് വളരെ പ്രത്യേകത ഉള്ളതാണ്. മെയിനായിട്ട് അത് ഒത്തിരി പൊല്യൂട്ടഡ് അല്ല, എക്സ്പ്ലോയിറ്റഡ് അല്ല. അപ്പോൾ അതിൻ്റേതായൊരു ഫ്രഷ്നെസ് അതിന് എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ അക്വേറിയത്തിൽ വന്നപ്പോഴും കുറേ കോറൽസ് കാണാൻ സാധിച്ചു, നല്ല ഭംഗിയുള്ളത്. അപ്പം അതൊരു സന്തോഷം. ഈ ഡൈവിങ്ങിനൊന്നും പോകാൻ പറ്റാത്തവർക്കും കോറൽ റീഫ്സിൻ്റെ ഭംഗി ഇതുപോലത്തെ അക്വേറിയത്തിൽ വന്നാൽ നമുക്ക് കാണാം. ഇവിടെ വരുമ്പോൾ പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടൈമിംഗ് ഉണ്ട് ഇവിടുത്തെ ഡോൾഫിൻ ഷോയ്ക്ക്. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ടൈമിങ്സ് ശ്രദ്ധിക്കുക. അതിന് അനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അക്വേറിയം വിസിറ്റും ഡോൾഫിൻ ഷോയും ഒരു ദിവസം തന്നെ നമുക്ക് തീർക്കാം. ഇത് രണ്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായാണ് പറയുന്നത്. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ.
അക്വേറിയം വിസിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ വേഗം പോയി ഡോൾഫിൻ ഷോയ്ക്ക് സീറ്റ് ഉറപ്പിച്ചു. നല്ല ബെസ്റ്റ് സ്പോട്ട് തന്നെ കിട്ടി. പക്ഷെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നറേഷൻ മുഴുവൻ അറബിക്കിലാണ്. ഞങ്ങൾക്കാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു അക്ഷരം മനസ്സിലാവില്ല. എങ്കിലും ഡോൾഫിൻസിൻ്റെ ആക്ട് മനസ്സിലാക്കാൻ ഭാഷ ഒരു തടസ്സമല്ല. വളരെ നല്ലതായിരുന്നു. ഞങ്ങൾ പിള്ളേരും അഡൾട്ട്സും ഈ ഷോ കണ്ട എല്ലാവരുടെയും കാര്യം പറഞ്ഞത് നമ്മളെല്ലാം തറലി എൻജോയ് ചെയ്തു കേട്ടോ. ഈ സീലിൻ്റെ ഒക്കെ ഒരു ആക്ട് ഉണ്ടായിരുന്നു. ഇവന്മാർ കുറച്ച് മഴിയന്മാരായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഡോൾഫിൻസ് എന്ന മിടുക്കന്മാർ. പക്ഷെ വേർത്തിറ്റാണ്. നമ്മൾ അവിടെ ഇതിന് ടിക്കറ്റ് റേറ്റ് ഉണ്ട്, പക്ഷെ അത് വേർത്തിറ്റാണ്. നമ്മളിത് മിസ്സാക്കാൻ പാടില്ല. ബീച്ച് ആൻഡ് സൺസെറ്റ് കോമ്പിനേഷൻ വളരെ അധികം എൻജോയ് ചെയ്യുന്നൊരു ഫാമിലിയാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ജിദ്ദയിലുണ്ടായിരുന്ന എല്ലാ സൺസെറ്റും ഞങ്ങൾ എൻജോയ് ചെയ്തു. വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് തിരിച്ചു പോയത്. ഈ ഫ്ലാഗ് പോൾ പിന്നെ ഞങ്ങൾ എല്ലാ യാത്രയിലും കാണും, കാരണം അത്രയ്ക്ക് ടോളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ജിദ്ദയിൽ പോയപ്പം ഞങ്ങൾ കഴിച്ച ഫുഡിൻ്റെ വീഡിയോസും ഷോർട്സ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം, ഇഷ്ടമുള്ളവർക്കൊക്കെ കാണാമല്ലോ. വഴിയരികിൽ ഒരു ഒട്ടകക്കൂട്ടത്തെ കാണാതെ സൗദിയിൽ ഒരു റോഡ് ട്രിപ്പ് കംപ്ലീറ്റ് ആവില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.